ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ എന്താണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്ത ഒരു ടോപ്പാണേ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 188 രൂപയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. നമ്മളെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഡെയിലി യൂസ്ഫുൾ ആയിട്ട് അവർക്ക് ഡെയിലി എവിടെയെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പൊ ഞാനിത് വെറുതെ ഇങ്ങനെ മീഷോയിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പൊ എനിക്ക് തോന്നി ലാഭമാണെന്ന് തോന്നി 188 രൂപയ്ക്ക്. ഇതിന്റെ ഏകദേശം ഒരു 4-5 കളറ് ലഭ്യമാണ് കേട്ടോ. റെഡ്, ഗ്രീന്, മെറൂണ്, ബ്ലാക്ക്, റോസ് അങ്ങനെ ഒരുപാട് കളറുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊരു പ്രൊമോഷനായിട്ടൊന്നും പറയുന്നില്ല, കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരടുത്തോട്ട് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയണം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ ലിങ്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പം 200 രൂപയ്ക്കൊക്കെ അകത്ത് ടോപ്പ് വാങ്ങിക്കണം എന്നുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ലേഡീസിന് ഉപകാരപ്പെടട്ടെ. അതെ, ഇങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഇട്ടൊന്നും കാണിക്കുന്നില്ല. ഞാൻ എടുത്തത് ഡബിൾ എക്സൽ അല്ല, എക്സൽ ആണ് കേട്ടോ. അപ്പോൾ കൈയൊക്കെ ഇത്തിരി വലുതാണ്, അതൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ ഇട്ടൊന്നും കാണിക്കുന്നില്ല. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡ്രസ്സിന്റെ വീഡിയോ കണ്ടല്ലോ. ബാക്കി നമ്മുടെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളോടെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ചോറൊക്കെ വെച്ചു. ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇനി കുറച്ച് കറികൾ വെക്കാനുണ്ടേ. തട്ടിക്കൂട്ട് കറികളാണ്. എന്നെ ക്യാമറമാനായിട്ട് കൊണ്ടിടക്കാണ്. അതെന്ത് സംഭവം എന്നറിയാമോ? ഞാൻ കുറച്ച് പയറുണ്ടായിരുന്നു, അത് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ച് തോരൻ വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് വെന്ത് കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇതിനെ ഉടച്ചൊരു കറി വെക്കാൻ. അപ്പം വെച്ചില്ല. അപ്പം ഇനി അത് വെക്കണം. കറിയായിട്ട് വെക്കാന്ന് വിചാരിച്ചു. എന്നും തോന്നല്ലോ വെക്കുന്നത്. വന്ന് എന്നെ വിളിച്ചു നിർത്തിയിട്ട് വീഡിയോ എടുക്കോ. ഫോൺ കയ്യിലായത് കൊണ്ട് ഞാൻ എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് എടുക്കുന്നത്. ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് മീനുക്കുട്ടി സ്കൂളിലാണ് കേട്ടോ. മീനുക്കുട്ടി പോയി. വൈകുന്നേരങ്ങളൊക്കെ ഉള്ള വീഡിയോയിൽ അവളെ ഉൾപ്പെടുത്താം കേട്ടോ. ഇപ്പൊ കറി വെക്കാൻ എനിക്ക് വിശക്കണം. എന്റെ കയ്യില് വാക്കത്തി തന്നിട്ട് വാവച്ച് പറഞ്ഞ തേങ്ങ പൊട്ടിക്കാൻ കേട്ടോ. അപ്പൊ വാക്കത്തി കുഞ്ഞുമക്കളുടെ ശ്രദ്ധയ്ക്ക് വാക്കത്തിയൊക്കെ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം. നമ്മളെ യൂട്യൂബിൽ പറയണം കേട്ടോ. അതുകൊണ്ടാണ് യൂട്യൂബിനകത്ത് നമുക്ക് മെയിലേത് അത് ഒരു അറിയിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇത് പിച്ചാത്തി വാക്കത്തിയൊക്കെ ഉപയോഗിക്കുന്നവര് സൂക്ഷിക്കുക. അപ്പൊ നമ്മള് തേങ്ങ പൊട്ടിക്കട്ടെ. പൊട്ടിച്ച തേങ്ങയാണ്. നമ്മുടെ അടുത്ത് കുട്ടികളൊന്നും ഇല്ല കേട്ടോ. ആ തേങ്ങയിൽ ഒരു പൊട്ടലുണ്ടായിരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും പൊട്ടിക്കാൻ പാട്. വെള്ളം ഇല്ല, വെള്ളമൊന്നുമില്ല. എന്താ അതവിടെ പൊട്ടിയിരുന്നു. ഇത് ഈ തേങ്ങ ഇങ്ങനെ പോയത് എന്റെ തെറ്റല്ല. ഇത് ഇങ്ങനെ അല്ലാതെ പൊട്ടിയിരുന്നതാണ്. ചൂട് കാരണം പൊട്ടിയിരിക്കുന്നതാണ്. അതായിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ തയ്യാറാക്കി എടുക്കാം കേട്ടോ. തേങ്ങ അരിഞ്ഞെടുത്തതാണ്. പൊട്ടിച്ചപ്പോ തിരികാൻ പറ്റാത്തോണ്ട് എന്തായാലും മിക്സിയിലിട്ട് അടിച്ചെടുക്കണില്ലേ, അതുകൊണ്ട് അരച്ചെടുക്കാൻ അവസ്ഥ. വെള്ളം എടുത്ത് തീർന്നു പോയി. വെള്ളം എടുക്കാം. ഞാൻ അരച്ചെടുക്കട്ടെ. അരച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ അത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നല്ല മാക്സിമം എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ മറഞ്ഞ ആദ്യം കാണിക്കാം. അത്രത്തോളം വെയിറ്റ് കേട്ടോ. മഞ്ഞപ്പൊടി കുറഞ്ഞോ വീട്ടില്? ഇതുപോലെ മഞ്ഞപ്പൊടി ഇന്നല്ലേ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് കാരണം എന്നുള്ളത് ഞാൻ ഇപ്പം പറയുന്നില്ല. ഞാൻ പച്ചമുളക് ചേർക്കാൻ മറന്നുപോയി അരച്ചപ്പോൾ. കറി വെച്ച് വന്നപ്പോഴത്തേക്ക് പച്ചമുളക് ചേർക്കാൻ മറന്നു. മുളക് പൊടി ഇടേണ്ടി വന്നു. അവസ്ഥയായി. എന്നാലും സാരമില്ല, വെറൈറ്റി ആയിക്കോട്ടെ. എന്റെ വാവച്ചി കുട്ടിയുടെ വെറൈറ്റി. വാവച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടുപിടിച്ച അവസാനം എനിക്ക് വയറിളകി എന്റെ ഉപ്പാട് ഒരു ദൈവം. ഇപ്പൊ മനുഷ്യന് കുഴപ്പമില്ല, ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. അത് ഞാൻ പയറ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു. ഞാൻ മുളക് പൊടി ഇടാൻ മുളക് പൊടിയല്ല, പച്ചമുളക് ഇടാൻ വേണ്ടി ഇരുന്നിട്ട് മറന്നു പോയതുകൊണ്ടല്ലേ. പറയണ്ടേ. ഓഫ് ചെയ്തിട്ടേനെ.
ഇത് കണ്ടോ പപ്പടം, ഒരു 3 പപ്പടം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പൊരിച്ചല്ലേ കഴിക്കുന്നത്. ഇന്ന് ഞാൻ യൂട്യൂബ് വെറുതെ നോക്കിയപ്പം ഈ പപ്പടം മെഴുക്ക് വരട്ടി കണ്ടു. എന്നാ പിന്നെ ഇത് അന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എന്തരാവോ എന്തോ ചീനിച്ചട്ടി വെച്ച് ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ചീനിച്ചട്ടി എടുത്ത് വെച്ച് അപ്പൊ അങ്ങനെ പപ്പടം എടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്, ഇട്ട് നോക്കാം. പെട്ടെന്ന് നമ്മളെ 70 രൂപ സാധനം എടുത്തോണ്ട് പോവാ. 70 രൂപ സാധനം ഉണ്ട്. 70 രൂപ സാധനം 70 രൂപ സാധനം എടുത്തു. 70 രൂപ എന്തിനാണിത്? കണ്ണാപ്പ. നമ്മളെ കണ്ണാപ്പ വാങ്ങിച്ചായിരുന്നല്ലേ? കണ്ണാപ്പ വാങ്ങിച്ചതൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അന്ന് വീഡിയോയിൽ മേളെ പോയി വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് പപ്പടം നമ്മൾ എന്നും നമ്മൾ ഫ്രൈ ചെയ്തല്ലേ കഴിക്കണത്. അപ്പൊ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാം. 3 പപ്പടം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. അതിന് നമ്മുടെ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇപ്പം തന്നെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതി. അത് കുറച്ച് കഴിഞ്ഞൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഒരു ടിന്നിലോട്ട് മാറ്റി അടച്ചു വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മുടെ കറിയിൽ കടു താളിച്ച് വീത്താനായിട്ട് പോവുകയാണെ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില, വറ്റൽമുളക് ഇട്ട് കൊടുക്കും. നമ്മുടെ കറിയിലേക്ക് ഇതാ കടു താളിച്ചത് വീട്ടി കൊടുത്തിട്ടുണ്ട്. കറി ഇതാ അടച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് വരട്ടുണ്ടാക്കണേ. അപ്പോൾ അതിലേക്ക് ഞാൻ അത് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാളനെ എടുത്ത്, ഞാൻ പറഞ്ഞല്ലോ പപ്പടം കുറവായിരുന്നു, അതുകൊണ്ട് ഒരു സവാളയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിന് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ്. ആ വീഡിയോയിൽ അവരെടുത്തത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. പക്ഷെ ഞാൻ ചെറിയ ഉള്ളിയല്ല ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. ഒരു സവാള കേട്ടോ. ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നമ്മുടെ സവാളയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ പപ്പടത്തിന് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്താ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാമേ. നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇതിൽ ഏറ്റവും നല്ലത് വറ്റൽമുളക് പൊടിച്ച് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. പക്ഷെ ആദ്യം നമ്മൾ ഇതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ട് നമുക്ക് ആ എണ്ണയിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കാമേ. അപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പടവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പടം പൊടിയാതെ വേണം ഇനി മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് വെച്ച് നോക്കുന്നതാണ്. എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഞങ്ങളൊരു വീഡിയോ കണ്ടപ്പോൾ ചെയ്ത് നോക്കാമെന്ന് കരുതി അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നും നമ്മൾ പപ്പടം പൊരിച്ചൊക്കെ കഴിക്കുന്നതിനേക്കാൾ വെറൈറ്റി ആയിട്ട് ചെയ്യണം അല്ലേ ഏട്ടാ? പിന്നെ അതെ, നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ടേ. അതിലേക്ക് നമ്മൾ വെറുതെ കുറച്ച് കരിവേപ്പില കൂടി ഒന്ന് അതിന് മേളിലൊന്ന് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ചോറ് കഴിക്കാൻ സമയമായി. ചേട്ടനാണ് എനിക്ക് ചോറ് കോരിത്തരുന്നത്. എനിക്ക് ആരെങ്കിലും ചോറ് കോരിത്തരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചേട്ടനെ കൊണ്ടാണ് ചോറൊക്കെ കോരി. അപ്പോൾ കൂട്ടുകാരെ, ചോറ് കഴിക്കാൻ സമയമായി. ഇന്നത്തെ എന്തൊക്കെ കറികളാന്ന് നോക്കാം. ചമ്മന്തിപ്പൊടി, പിന്നെ നമ്മൾ സ്പെഷ്യലായി തയ്യാറാക്കിയ നമ്മുടെ പപ്പടം മെഴുക്ക് വരട്ടെ കേട്ടോ. ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്തതാണേ. പിന്നെ അതിന് ഒരു ഒഴിച്ചു കറിയായിട്ട് നമുക്കുള്ളത് പയർ കറിയാണ് കേട്ടോ. ഒഴിച്ചു കറിയായിട്ട് പയർ ഒഴിച്ചു കറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. അപ്പോൾ കൂട്ടുകാരെ, ചോറ് കഴിക്കട്ടെ. ഇന്നെല്ലാം തട്ടിക്കൂട്ടി കറികളാണ്. നമ്മളെ വീട്ടിൽ നിന്ന് വേറെ പ്രത്യേകിച്ച് മലക്കറിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേട്ടോ. നമ്മളതിന്റെ ബുദ്ധിയിലുണ്ടാക്കിയ കറികൾ. ബുദ്ധിയിലുണ്ടാക്കിയ കറി. എന്തായാലും ഇന്നത്തെ കാര്യത്തിൽ ഞാൻ വാവച്ച് സമ്മതിച്ചു കൊടുത്തേക്കണം. എന്താന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ഒരു സാധനം ഇല്ലായിരുന്നിട്ട് ഉള്ള പരുവത്തിൽ എല്ലാം കൂടെ ചേർത്ത് കുറേ എന്തൊക്കെ കറികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചെണീറ്റ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ താങ്ക്സ് ഫോർ വാച്ചിങ്.